guys, welcome back to our channel and another episode of Girl Talk. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് again ഒരു ബ്യൂട്ടി ടിപ്പാണ്, ഐബ്രോ ടിപ്പ്. അപ്പോൾ ഗേൾസ്, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ഞാനൊരു നല്ല ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ ഐബ്രോ കെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഹിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ, നോട്ടിഫിക്കേഷൻ വന്നിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് താമസിപ്പിക്കേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സംഭവം ഐബ്രോ കെയറിനെ പറ്റിയിട്ടാണ്. നമുക്ക് എങ്ങനെ പെട്ടെന്ന് ബെറ്റർ ആയിട്ടുള്ള ഐബ്രോസ് വളർത്താം. എൻ്റെ ഐബ്രോ ഭയങ്കര നല്ലതാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ ഐബ്രോ ഇതിനേക്കാളും വേസ്റ്റ് ഐബ്രോ. അപ്പോൾ ആ ഒരു മോശം സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഈ ഒരു ഐബ്രോ ഉണ്ടാക്കിയത് എന്ന് ഞാൻ പറഞ്ഞു തരാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇസ്, ഐബ്രോസ് പലർക്കും പല രീതിയിൽ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. ചിലർക്ക് വളരെ തിന്നായിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് വളരെ തിക്കായിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെങ്കിലും അത് ഫസ്റ്റ് സെറ്റ് ചെയ്യാം. സെറ്റ് യുവർ എക്സ്പെക്റ്റേഷൻസ്. നിങ്ങളുടെ പാർലർ വാലി ദീദിയുടെ അടുത്തോ നിങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ സ്ഥിരം പോകുന്ന ആളാണ്. സ്ഥിരം പോകുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് പറയാതെ തന്നെ. പക്ഷെ നിങ്ങൾക്ക് എന്താണോ എക്സ്പെക്റ്റേഷൻ, ഉറപ്പായിട്ടും നിങ്ങൾ അവരോട് ഫസ്റ്റ് തന്നെ അത് പറഞ്ഞിരിക്കണം. അപ്പോൾ പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മുടെ ഐബ്രോസ് ചിലപ്പോൾ തിന്നായിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ജനറ്റിക്കലായിട്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് എൻഹാൻസ് ചെയ്ത് കെയർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഐബ്രോസ് ഒരിക്കലും വളരില്ല. വളരാതെ നമ്മൾ അതിൻ്റെ പുറത്ത് ത്രെഡ് ചെയ്ത് ഷേപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഐബ്രോസ് നന്നായിട്ട് വളർത്തുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ത്രെഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഉറപ്പ് വരുത്തുക ദാറ്റ് യുവർ ഐബ്രോസ് ആർ ഫുള്ളി സെറ്റ്. അതിന് വേണ്ടിയിട്ട് ഒരു 2 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അടുത്ത് ഷേപ്പ് ചെയ്യാനായിട്ട് പോവാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഐബ്രോസിൽ ഹെയർ ഗ്രോത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മുടെ നോർമൽ ഓർഗാനിക് കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. എസ്പെഷ്യലി ഐലാഷസിന് വേണ്ടിയിട്ടുള്ള ടിപ്സിലൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് കണ്ണിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ബേൺ ആവും, ഐസ് ബേൺ ആവും. പിന്നെ കയ്യിലൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുമ്പോൾ രാവിലെ വന്നിട്ട് പിന്നെ വൈകിട്ട് തിരിച്ച് വന്നിട്ട് ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയവും അതുപോലെ നമ്മൾ ഓർക്കത്ത് പോലും ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ എന്ന് പോലത്തെ നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് വെച്ചിട്ടുള്ള ഒരു DIY മെത്തേഡാണ്. നമുക്ക് ഓൺ ദ ഗോയിൽ ഇത് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ കുറച്ചും കൂടി തിക്കായിട്ടുള്ള നല്ല ഷേപ്ഡ് ആയിട്ടുള്ള ഐബ്രോസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഐബ്രോസ് ആണ് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഐബ്രോസ് തിന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് മാത്രമേ അത് ചേരുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മിക്ക ആൾക്കാർക്കും നമ്മുടെ മലയാളി ഫേസിനൊക്കെ കൂടുതലും ചേരുന്നത്, സൗത്ത് ഇന്ത്യൻ ഫേസിനൊക്കെ കൂടുതലും ചേരുന്നത് തിക്ക് ഐബ്രോസ് ആണ്. നിങ്ങൾ ഒരിക്കലും ഐബ്രോ ചെറുതാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അഡ്ജസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ തിന്നായിട്ട് വരും. അത് തിന്നാവും തോറും നമ്മുടെ ഫേസിൻ്റെ കടുപ്പം കൂടിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇത് ഇങ്ങനെ പിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. നമുക്ക് എപ്പോഴും ഐബ്രോസ് വിടർത്തിയാണ് വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ടൂൾ കിറ്റിനകത്ത്, മേക്കപ്പ് ടൂൾ കിറ്റിനകത്ത് വരുന്ന ഒരു ടൂളാണ് ഈ ഐബ്രോ ബ്രഷ് എന്ന് പറയുന്നത്. ഇത് ഞാൻ മിനിസോന്ന് മേടിച്ച സെറ്റാണ്. ഇതിൻ്റെ ഹോൾ സെറ്റ്, അതായത് ഫൗണ്ടേഷൻ ബ്രഷ്, ഇത് എല്ലാം കൂടി ചേർത്തിട്ട് 140 റുപ്പീസൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. മിനിസോ വളരെ ലോ കോസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐബ്രോ വന്നിട്ട് വളരെ ചെറുതായിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ സൈഡോ അല്ലെങ്കിൽ രണ്ടും ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കോംബ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വരും, തിക്കായിട്ട് തോന്നിപ്പിക്കും. അതേപോലെ നല്ല ഡെഫിനിഷൻ കിട്ടും. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വാങ്ങുക. ഇത് വളരെ കാശൊന്നുമുള്ള സംഭവമല്ല. എല്ലാവരും ഇത് വരണം. കയ്യിൽ വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെ തിരക്കിട്ട് ഓഫീസിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് 2 സ്വൈപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടിരിക്കും. അതേപോലെ നമ്മുടെ ഗോ ടു മേക്കപ്പ് കിറ്റിലും ഇത് കൊണ്ട് നടക്കാൻ പറ്റും. വളരെ ചെറുതാണ്. അപ്പോൾ എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത്,
ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഐബ്രോ വൈകിട്ട് വരെ അങ്ങനെ ഇരിക്കത്തില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഐബ്രോ ബ്രഷസ്, ഐബ്രോ ജെല്ല്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എടുത്ത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ നല്ല ഭൂതത്തിനെ പോലെ ഇരിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയായിരിക്കും. വളരെ ഡാർക്കായിട്ടിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ബ്ലാക്ക് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പിരികോ എഴുതിയ പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. വളരെ ബോറായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ട്രിക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമ്മുടെ മസ്കാര ബ്രഷാണ്. ഈ മസ്കാര ബ്രഷ് വളരെ പഴയതാണ്. ഇതിപ്പം മസ്കാരയായിട്ട് ഉപയോഗിക്കുന്നതല്ല. പക്ഷേ ഇത് നമുക്കൊരു DIY പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ പഴയ മസ്കാരയുടെ പെന്ന് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഈ കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്യാനുള്ളൊരു ടൂള് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് 2 ടിപ്പ് ഉണ്ടാവും. എല്ലാ മസ്കാര ബ്രഷസിനും 2 ടിപ്പ് ഉണ്ടാവും. ഒന്ന് വന്നിട്ട് നമ്മുടെ ലോവർ ഐലാഷിനുള്ള ടിപ്പ്, അതേപോലെ തന്നെ അപ്പർ ഐലാഷിനുള്ള ഒരു ടിപ്പും ഉണ്ടായിരിക്കും. ഒരു മസ്കാര നിങ്ങൾ ഒരു മാതിരിയൊക്കെ യൂസ് ചെയ്ത് അത് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾ അത് തുറന്നതിന് ശേഷം ഈ സംഭവത്തിനകത്ത് കുറച്ച് തുള്ളി കാസ്റ്റർ ഓയിൽ ഇട്ട് കൊടുക്കുക. അത് വളരെ കുറച്ച് വേണം ഇടാനായിട്ട്. ഒരു 1-2 തുള്ളി ഇട്ടാൽ മതിയാവും. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കരി നന്നായിട്ട് പടർന്നു പോകുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാം അകത്തുള്ള ആ ഒരു കരിയൊക്കെ ഒരു റെഡി ആയിട്ട് ഈ ഓയിലുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഐലാഷസിൽ ഉപയോഗിക്കാൻ പറ്റും. മസ്കാര പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കരി മാറ്റിയിട്ട് നിങ്ങളുടെ നാച്ചുറൽ കാജൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഐലാഷസിന് വളരെ നല്ലതാണ്. ഐലാഷ് പെട്ടെന്ന് വളരും കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് വളർന്നായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഐബ്രോ കിറ്റിൻ്റെ സംഭവം ചെയ്യാൻ പോവാണ്. ഇവിടെ അതേപോലെ തന്നെ ജസ്റ്റ് ഒരു 2 തുള്ളി ഇട്ട് വെക്കാം. 2 തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഐബ്രോസിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതൊന്ന് ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഐബ്രോസിൽ ഉപയോഗിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വളരെ സ്റ്റിക്കി ആയിട്ട് വരും. കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിക്കിട്ടും. ഇത് നമുക്ക് ഡ്രൈ ആയില്ലെങ്കിൽ അല്ലാതെ തന്നെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാസ്റ്റർ ഓയിലിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഓൺ ദ ഗോ മസ്കാര ഐബ്രോ കെയർ കിറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മസ്കാര ബ്രഷ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് മസ്കാരയുടെ ഈ താഴത്തെ പോർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. താഴത്തെ പോർഷൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വിടാം. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ പോർഷൻ കരിയും നമ്മുടെ ഓയിലൂടെ മിക്സായിട്ട് ഒരു നല്ല ടെക്സ്ചറാണ് വരുന്നത്. സ്റ്റിക്കി ആവത്തില്ല, ഒരുപാട് സ്റ്റിക്കി ആവത്തില്ല. അതേസമയം നമുക്ക് വൈകിട്ട് വരെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് എത്ര ഡാർക്ക്നെസ് വേണോ അത്ര ഡാർക്ക്നെസ്സിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഒരുപാട് ഡാർക്ക് വേണമെന്നുള്ളവർക്ക് ഡാർക്ക് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ഈ ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും കാര്യം അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പോയി കിട്ടും. അപ്പോൾ ഈ മസ്കാര വെച്ചിട്ട് നിങ്ങൾക്കൊരു DIY ഐബ്രോ ബ്രഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പോയി തകർത്ത് യൂസ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ 6 മാസം ആയിട്ടുണ്ടാവും. 6 മാസമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് കുറച്ച് നല്ല പിരികം വന്നത്. എൻ്റെ പഴയ പിരികം വളരെ വൃത്തികെട്ട പിരികമായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരികം കാണത്തില്ല. അങ്ങനത്തെ ഒരു ഷേപ്പ് ഇല്ലാത്ത, ഇടയ്ക്കുന്നൊക്കെ മുടി ഇല്ലാണ്ട് ഉള്ള അങ്ങനത്തെ ഒരു പിരികമാണ്. അപ്പോൾ എൻ്റെ പാർലർ വാലി ദീദിയാണ് എനിക്ക് ഈ സംഭവം പറഞ്ഞു തന്നത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. മാത്രമല്ല ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ തേച്ചിട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ശനി ഞായർ മാത്രം തേച്ചതുകൊണ്ട് ഇതുകൊണ്ട് പെട്ടെന്നൊരു ഗുണവും വരത്തില്ല. അപ്പോൾ ഈ സംഭവം നമുക്ക് ഓൺ ദ ഗോയിൽ ഉപയോഗിക്കാം. അത്ര സ്റ്റിക്കി ആവത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാശ് ചിലവില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഫേസ് വാഷ് ചെയ്യുമ്പോഴേക്കും ഓർമ്മിച്ച് നമ്മുടെ ഐബ്രോ വാഷ് ചെയ്യുക. എഫക്റ്റീവായിട്ട് എങ്ങനെ ഫേസ് വാഷ് ചെയ്യാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഐബ്രോസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണത്. എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട്സ് എന്താണെന്ന് എന്നോട് പറയുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ ഇത് യൂസ് ചെയ്തിട്ട് എന്നുള്ളത് എന്തായാലും ഡെഫിനറ്റായിട്ട് വന്ന് പറയാം കേട്ടോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ടാറ്റാ.